ശ്രീശൈലം ദേവീക്ഷേത്രത്തിൽ വിശേഷ ഔഷധക്കൂട്ടുകൾ കൊണ്ട് കർക്കിടക കഞ്ഞി പാകം ചെയ്ത് ദേവിക്ക് നിവേദിച്ചു. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞിയാണ് കർക്കിടക കഞ്ഞി. കർക്കിടക കഞ്ഞി എന്നത് കേരളത്തിൽ കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി കഴിക്കുന്ന ഒരു പരമ്പരാഗത ആയുർവേദ ഔഷധക്കൂട്ടാണ്. മുക്കുറ്റി, കീഴാർനെല്ലി, നിലമ്പാല, പൂവാംകുരുന്ന്, തഴുതാര, തുമ്പ, തുളസി എന്നിങ്ങനെ 40 കൂട്ടം സസ്യങ്ങൾ വേണം ഔഷധക്കഞ്ഞിക്ക്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ് ഔഷധക്കഞ്ഞി നിർമ്മാണം. ശേഖരിച്ച സസ്യങ്ങൾ ഇടിച്ചു പിഴിഞ്ഞെടുത്താണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. പലതരം ധാന്യങ്ങളും ഞവര അരിയും സുഗന്ധ വ്യഞ്ജനങ്ങളും ചേരുന്നതാണ് ഔഷധക്കഞ്ഞി. പെരിയ ശ്രീശൈലം ദേവീക്ഷേത്രത്തിൽ വിശേഷ ഔഷധക്കൂട്ടുകൾ കൊണ്ട് ഔഷധക്കഞ്ഞി പാകം ചെയ്ത് ദേവിക്ക് നിവേദിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ കർക്കിടക കഞ്ഞി നിവേദ്യം പ്രസാദമായി ഭക്തർക്ക് നൽകി. ആയുർവേദ വിധിപ്രകാരം രോഗശമനത്തിനും ആരോഗ്യ പരിപാലനത്തിനും ശ്രേഷ്ഠമായ ഔഷധക്കഞ്ഞിയാണ് ശ്രേഷ്ഠ മന്ത്രങ്ങളായ മഹാമൃത്യുഞ്ജയം, ധന്വന്തരി, ഔഷധ സൂക്തം എന്നിവ ജപിച്ച് ഭക്തർക്ക് വിതരണം ചെയ്തത്. ക്ഷേത്രതന്ത്രിയും അഖണ്ഡ ഭാരത സനാതന സൻസമിതി ദേശീയ അധ്യക്ഷനുമായ മഹാമണ്ഡലേശ്വർ സ്വാമി ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതിയും മാതാശ്രീ ഓം ശ്രീ ശിവാജ്ഞാനമയി സരസ്വതിയും ജപിച്ചു വിളമ്പിക്കൊടുത്ത കർക്കിടക ഔഷധക്കഞ്ഞി പരമ്പരാഗത രീതിയിൽ പ്ലാവില കൊണ്ടുണ്ടാക്കിയ സ്പൂൺ കൊണ്ട് ഗുരുജിയും മാതാജിയും സേവാസമിതി മാതൃസമിതി അംഗങ്ങളും ഭക്തരും സേവിച്ചു. BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി ചടങ്ങിൽ പങ്കെടുത്തു. സുകുമാരൻ വൈദ്യർ ഔഷധക്കഞ്ഞി പാകം ചെയ്യുകയും കർക്കിടക ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. സേവാസമിതി അധ്യക്ഷൻ P മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. മാതൃസമിതി അധ്യക്ഷ സ്വർണലത ബാലചന്ദ്രൻ, സേവാസമിതി അംഗങ്ങളായ P ഗോപിനാഥൻ നായർ, ഹരികുമാർ, P വിനോദ് കുമാർ, പ്രകാശ് മണി, മേലത്ത് കൃഷ്ണൻ നമ്പ്യാർ, അനന്തൻ, രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഏറ്റവും വിശേഷമായ ഒരു കാര്യക്രമമാണ് നാം ഇവിടെ ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്നത്. ഔഷധ കഞ്ഞി വിതരണം ചെയ്തിരിക്കുകയാണ്. ഔഷധക്കഞ്ഞി എന്ന് പറയുമ്പോൾ നാം ആയുർവേദത്തിൽ അനുശാസിച്ചതുപോലെ തന്നെ എല്ലാ വൈദ്യ രൂപത്തിലുള്ള ഔഷധ കൂട്ടുകൾ അതിൽ ദശപുഷ്പങ്ങൾ പെട്ടു മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് വിധിവിധാനപ്രകാരം അത് പാചകം ചെയ്ത് ശ്രീകോവിലിൻ്റെ അടുത്ത് തടപ്പള്ളിയിൽ വെച്ച് പാചകം ചെയ്ത് ദേവിക്ക് നിവേദിക്കുകയും ആ ദേവിക്ക് നിവേദിച്ചതിൽ ഔഷധ സൂക്തവും മഹാമൃത്യുഞ്ജയവും ധന്വന്തരി ജപവും ജപിച്ച് മുഴുവൻ ഭക്താദികൾക്കും വിതരണം ചെയ്യുകയുണ്ടായി. ഇത് സ്വീകരിക്കുമ്പോൾ അവിടെ ആരോഗ്യത്തിൽ വന്നിരിക്കുന്ന എല്ലാ അപാകതകളും എല്ലാ രോഗങ്ങളും മാറുമെന്ന 100% വിശ്വാസത്തിലാണ് ഞങ്ങളിത് വിതരണം ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ തുടക്കമാണ്. ഇനി മുൻവർഷങ്ങളും ഇതുപോലെ ജനകീയമായിട്ട് ജനങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആത്മീയ സാന്നിധ്യം അവിടെ ആത്മാവിലേക്കും ശരീരത്തിലേക്കും വളർത്തിക്കൊണ്ട് അവിടെ ആത്മാവിനും ശരീരത്തിനും ശക്തി പകരുക എന്ന ഒരു ഉദ്ദേശമാണ് ഞങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് കർക്കിടക ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. ശരീരത്തിന് ഉണർവും ഓജസ്സും ലഭിക്കാൻ ഈ ഔഷധക്കഞ്ഞി അത്യുത്തമമെന്നാണ് ആയുർവേദം പറയുന്നത്. KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.